വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്താനാകാതെ പോലീസ്. ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മൊഴി പോലീസ് ഇന്നെടുത്തേക്കും. കൊലപാതക പരമ്പരകൾക്കിടെ അഫാൻ മദ്യപിച്ചിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ അമ്മ ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് ഡോക്ടർ അറിയിച്ചു. അപകടനില തരണം ചെയ്തെന്ന് പൂർണ്ണമായും പറയാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഡോക്ടർമാർ പറയുന്നു. ഷമീനയുടെ തലച്ചോറിൻ്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ മുറിവുകളുണ്ടായിരുന്നു, അതേ പറയാൻ പറ്റും. ബാക്കി അത് നമുക്കത് പറയാൻ പറ്റില്ല. അത് ബാക്കി പോലീസും മറ്റു കാര്യങ്ങളും പരിശോധിച്ചിട്ട് തലയിൽ മുറിവുകളുണ്ടായിരുന്നു. മുഖത്ത് എല്ലുകൾക്ക് പൊട്ടലുണ്ട്. മുഖത്ത് താടിയെല്ല്, തലയോട്ടിയുടെ എല്ലിന് പൊട്ടലുണ്ട്. അത് കഴിയുന്നുണ്ട്. അതല്ല, ഈ മുറിവുകൾ ഇതാണ് മെയിനായിട്ടുള്ളത്. ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, മറ്റല്ലാതെ വലിയ കാര്യങ്ങൾ കാണുന്നില്ല. അതൊരു അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങളുമായുള്ളത്. അമൽ, ഷെമിയുടെ മൊഴി മകനെ സേഫാക്കുന്ന വിധത്തിലാണ് എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ട്, മദ്യപിച്ചിരുന്നു ഇയാൾ. അത് ഓട്ടോ ഡ്രൈവർ തന്നെ പറഞ്ഞിരുന്നു മദ്യത്തിന്റെ രൂക്ഷ ഗന്ധമുണ്ടായിരുന്നുവെന്ന്. മദ്യപിച്ചിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഷെമിയുടെ ആരോഗ്യനിലയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷെമിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറയാനുള്ളത്. സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണിപ്പോൾ ആശുപത്രിയിൽ നിന്നും ഷെമിയെ നോക്കുന്ന ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. പ്രശ്നങ്ങളുണ്ട്, പൂർണ്ണമായും അപകടാവസ്ഥ തരണം ചെയ്തു എന്ന് പറയാനാകില്ല എങ്കിൽ കൂടി സ്റ്റേബിളാണ് അവസ്ഥ. ഇന്നലെയും അതുതന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ മക്കളുടെ കാര്യം സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും അവർ മറുപടി പറയാൻ ഈ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല. പക്ഷേ ഈ കൂടുതൽ വിവരങ്ങൾ പോലീസ് എത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിപ്പോൾ മകനെ സംരക്ഷിക്കുന്ന തരത്തിലൊരു മൊഴിയൊക്കെ നൽകിയാൽ പോലും പോലീസിൻ്റെ ഒരു ചോദ്യം ചെയ്യലിൽ കൃത്യമായ കാര്യങ്ങൾ പോലീസിന് അത് കണ്ടെത്താൻ കഴിയും, ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടി കാത്തിരിക്കാം എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചത്. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ഒരു തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തി ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതും തുടരുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പ്രതിയിൽ നിന്നും ചോദിച്ചറിയുന്നു. പ്രതി പരസ്പരവിരുദ്ധമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ അല്ല പിന്നീട് ചോദിക്കുമ്പോൾ പറയുന്നത്. അത് പോലീസിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ പ്രതിയുടെ മദ്യപാനം സംബന്ധിച്ച വിഷയത്തിലെ ചില കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. ഈ ആദ്യത്തെ 3 കൊലപാതകങ്ങൾ, അതായത് ഉമ്മുമ്മയെയും അതോടൊപ്പം തന്നെ ഈ അച്ഛൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം ലത്തീഫിനെയും സാജിദയെയും കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്നും വെഞ്ഞാറമൂട് ടൗണിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. അവിടെ എത്തിയ ശേഷം പിന്നീട് കുറേ അധികം സമയം എവിടെയാണ് ഈ പ്രതി എന്നുള്ള കാര്യത്തിൽ പോലീസിന് അവ്യക്തതയുണ്ട്. ഒരു 10 മിനിറ്റ് സമയം മിസ്സിംഗ് ആണ്. ആ സമയത്ത് ബാറിൽ കയറി മദ്യപിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം. അതോടൊപ്പം തന്നെ ഇതിനെ സാധൂകരിക്കുന്ന ഒരു മൊഴി കൂടിയുണ്ട്. അതായത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയ ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാനായി പോകുന്ന സമയമുണ്ട്. അവിടേക്ക് പോകുന്ന സമയത്ത് ഓട്ടോയിൽ കയറിയപ്പോൾ മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരു മൊഴി ഈ ഓട്ടോ ഡ്രൈവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അതിൽ നഗരം കേന്ദ്രീകരിച്ചുള്ള ബാറുകളിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ് അവർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ പ്രതി നിലവിൽ പ്രതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. ഈ ഷെമിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച വിശദമായ ഒരു വാർത്താ സമ്മേളനം തന്നെ നടത്തുകയുണ്ടായല്ലോ. പോലീസിന് ഇനി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കാൻ കഴിയുന്നത് ഷെമിയുടെ പക്കൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണല്ലോ അമൽ. കാരണം അഫാൻ പറയുന്നത് എല്ലാം ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ആത്മഹത്യാശ്രമം നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധമില്ലാത്ത മറ്റു കുടുംബത്തിൽ പോയി ഈ കൊലപാതകം നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഷെമിയിലേക്ക് എപ്പോൾ എത്താൻ കഴിയും, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച പോലീസിന്റെ പ്രതീക്ഷ എന്താണ്? നിലവിൽ സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഷെമി ഉള്ളത് എങ്കിൽ കൂടി ഇപ്പോഴും ഈ പറയുന്ന ഒരു തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുന്നു. അപ്പോൾ സ്വാഭാവികമായും പോലീസിന് തലയിലാണ് മുറിവേറ്റിട്ടുള്ളത്, ചുറ്റിയേക്കുള്ള അടിയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ വീണ് കിടക്കുന്ന ദൃശ്യമൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്രയ്ക്ക് പരിക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സംസാരിക്കുമെങ്കിൽ കൂടി ഇപ്പോൾ ഒരു തിടുക്കപ്പെട്ട് ഇവിടേക്ക് എത്തി മൊഴി രേഖപ്പെടുത്തണമോ എന്നുള്ള കാര്യത്തിൽ പോലീസിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ പോലീസ് എത്തി ആരോഗ്യ വിവരങ്ങൾ തിരക്കി പറയാനുള്ളത് കേട്ടുപോകുമായിരിക്കും. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് നാളെയോ മറ്റന്നാളോ കടന്നാൽ മതി എന്നുള്ളതാണ് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. മെഡിക്കൽ കോളേജിൽ പ്രതിയുടെ മൊഴിയെടുക്കുന്നത് തുടരുന്നുണ്ട്. പ്രതിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്.